അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം, ഇന്നലെ സത്യം പറഞ്ഞാൽ പോലീസ് ഇത്രയേറെ ഒരു തെറ്റായ സമീപനം, അതാണ് ഇന്നലത്തെ കുഴപ്പങ്ങളുടെയൊക്കെ കാരണം. ഇന്നലെ പേരാമ്പ്ര നഗരത്തിൽ UDF-ന്റെ ഹർത്താലായിരുന്നു. ഹർത്താലിന്റെ കാരണം മിനിഞ്ഞാന്ന് നടന്ന പേരാമ്പ്ര CKG കോളേജ് ഇലക്ഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 സ്ഥാനങ്ങളിൽ KSU വിജയിച്ചു. ആ വിജയത്തിൽ ഹാലിളകിയ SFI ആണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അതിന്റെ പേരിൽ കോളേജിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങളാണ് ഇന്നലെ ഹർത്താലിലേക്ക് വഴിവെച്ചത്. ഇന്നലെ കാലത്ത് 6 മണി മുതൽ 5 മണി വരെയായിരുന്നു, വൈകുന്നേരം 5 മണി വരെയായിരുന്നു ഹർത്താൽ. ആ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPM-ന് പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തു. അത് തന്നെ ശരിയായിട്ടുള്ള സമീപനമല്ല. കാരണം UDF-ന്റെ ഹർത്താൽ കഴിഞ്ഞ ഉടനെ CPM-ന് പെർമിഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷ സാധ്യത ഉണ്ടാകും എന്ന് പോലീസ് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ പെർമിഷൻ കൊടുത്തു. പോലീസ് എസ്കോർട്ടോടുകൂടി തന്നെ അവരെ പ്രകടനം പൂർത്തിയായി 6 മണിക്ക്. പക്ഷെ 6 മണിക്ക് UDF-ന്റെ പ്രകടനം ആരംഭിച്ചപ്പോൾ പോലീസ് തടഞ്ഞു. പറഞ്ഞ കാരണം CPM-ന്റെ ഓഫീസിൽ 50ഓളം ആളുകൾ ആയുധങ്ങളുമായി നിൽക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് പോരുത്. സ്വാഭാവികമായിട്ടും പ്രവർത്തകർക്ക് വികാരം ഉണ്ടാവുമല്ലോ. കാരണം ഇത്രയേറെ സംഘർഷങ്ങൾക്ക് ശേഷം CPM-ന്റെ പ്രകടനം നടത്താൻ പെർമിഷൻ കൊടുക്കുകയും കോൺഗ്രസിന്റെ UDF-ന്റെ പ്രകടനത്തിനോട് അങ്ങോട്ട് പോകരുതെന്ന് പറയുകയും ചെയ്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായി. ശരിയാണ്. അതിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ അത് തടയാൻ ആണ് ഷാഫി പറമ്പിലും DCC പ്രസിഡന്റും അങ്ങോട്ട് ചെന്നത്. അവർ കൊയിലാണ്ടിയിൽ ഇപ്പോൾ ഞാൻ നേതൃത്വം നൽകുന്ന ശബരിമല യാത്രയുടെ വിജയത്തിന് വേണ്ടിയുള്ള യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരറിഞ്ഞപ്പോഴാണ് യോഗം നിർത്തിവെച്ച് അവരങ്ങോട്ട് ചെല്ലുന്നത്. അതിനുശേഷമുള്ള സംഭവങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു MP-യെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ICU-ലാണ്. മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ്. ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും CPM-ന് പ്രൊട്ടക്ഷൻ നൽകുകയും UDF യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും UDF-ഉം ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് തുടർ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകും. അതുകൊണ്ട് MP-യോട് ചെയ്ത ഒരു MP-ക്ക് പോലെ ഈ സംസ്ഥാനത്ത് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. CPM-ന് എന്തും ചെയ്യാം. അവർ ചെയ്യുന്ന ഏത് വൃത്തികേടിനും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കോൺഗ്രസോ UDF-ഓ ഒരു പ്രതിഷേധം പോലും നടത്തിക്കൂടാ. അത് MP ആണെങ്കിലും MLA ആണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ എന്നതാണ് ഇന്ന് കേരളത്തിന്റെ ഒരു സ്ഥിതിവിശേഷം. പക്ഷേ UDF ഇത് വളരെ ഗൗരവത്തിൽ കാണും. ശക്തമായുള്ള സമരത്തിന് നേതൃത്വം നൽകും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രത്യേകിച്ച് DYSP ആണ് കുഴപ്പങ്ങളുടെ മുഖ്യ കാരണം. അയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സസ്പെൻഷനിൽ കുറഞ്ഞ ഒരു തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല. അയ്യപ്പന്റെ സ്വർണം കക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. വിഷയം മാറ്റാനുള്ള ഒരു വഴിയായി അല്ല, അത് ആ വിഷയം മാറില്ലല്ലോ. കാരണം കൊള്ളയല്ലേ നടക്കുന്നത്. 2019 മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം. ഇനിയിപ്പോൾ പിണറായി 3ാം തവണയാണല്ലോ, 3ാം തവണ അധികാരത്തിൽ വരണമെന്നാ പറഞ്ഞു. 3ാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമിയെന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിന്റെ വയറ്റുന്ന വിളി വെക്കുക. കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ. ബാക്കി സർവ്വതും വിഴുങ്ങി. സ്വർണം വിഴുങ്ങി. ഗോപുരം പോലെ ഇറക്കി കൊണ്ടുപോയി. ഗോപുരത്തിലെ സ്വർണം പോലും. എന്നിട്ട് സ്വർണം ഉരുക്കി മാറ്റി. എന്നിട്ട് ചെമ്പെടുത്ത് അതിലൊരു കോട്ട് സ്വർണം പൂശി. ഇത് സ്വർണം പൊതിഞ്ഞ സ്വർണ്ണമാണ് അഴിച്ചെടുത്ത് ഇതൊക്കെ നടത്തിയത്. എന്നിട്ട് ഒരു നാണവും കൂടെ ഇന്നലെ മുഖ്യമന്ത്രി പറയാണ് അയ്യപ്പ സംഗമത്തിൽ വിജയിച്ചതിന്റെ ഗൂഢാലോചനയാണ്. ഞാൻ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ കാലത്താ സ്വർണ്ണം ഇളക്കിക്കൊണ്ട്? ഞങ്ങളുടെ കാലത്താ. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അദ്ദേഹത്തിന്റെ മകൻ വരെ യോഗദണ്ഡും രുദ്രാക്ഷവും എടുത്തു എന്നാണ് ഇപ്പം കേൾക്കുന്നത്. എന്നിട്ട് പറയാണ് അത് എന്താണ് വഴിപാട് ചേർന്നാണ്. അയ്യപ്പന്റെ രുദ്രാക്ഷവും അതുപോലെ തന്നെ യോഗദണ്ഡും
അതൊക്കെ എടുത്തുകൊണ്ടുപോയി. ആചാരങ്ങൾ അവിടെയൊക്കെ ലംഘിക്കുകയാണ് ആചാരങ്ങൾ. ഇപ്പൊ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ അന്ന് മുതൽ ആചാര ലംഘനം ആരംഭിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വളരെ ഗൗരവമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈക്കോടതിയാണ് പറയുന്നത്, ഇപ്പോൾ UDF അല്ല പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയാണോ സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നത്? ഇപ്പോൾ വകുപ്പ് മന്ത്രിക്ക് എന്താ ജോലി? പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണോ? നട തുറക്കുമ്പോൾ കൈയും കെട്ടി നിൽക്കുന്നതാണോ? അതിനാണോ ദേവസ്വം ബോർഡ് മന്ത്രി? അപ്പൊ ഇത് വളരെ സീരിയസ് ആണെന്നല്ല ഹൈക്കോടതി പറഞ്ഞത്. ഇതിനെല്ലാം പറഞ്ഞ് ഇപ്പൊ വേറെ ചില വാർത്തകൾ കേൾക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു. ഒരു പത്രവാർത്തയാണെന്ന്. 2023 ഫെബ്രുവരി മാസത്തിൽ ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ED അറസ്റ്റ് ചെയ്യുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്. ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള വെപ്പ്. ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റിൽ പിണറായിന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ്, NDAയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ. ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, കേരളത്തിലെ ക്രമസമാധാന തകർച്ച, ജനപ്രതിനിധികൾക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് കേരളത്തിലെ അവസ്ഥ. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി UDF മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ ശബരിമലയുടെ വിഷയത്തിൽ വിശ്വാസ സംരക്ഷണ യാത്ര 5 മേഖല യാത്രകൾ നടക്കുകയാണ്. അവിടെ ഞങ്ങൾ മറ്റൊരു വിഷയം ഫോക്കസ് ചെയ്യില്ല. അവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ശബരിമലയുടെ സ്ഥിതി മാത്രമാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പിന്നെ മറ്റ് രാഷ്ട്രീയ യോഗങ്ങളുണ്ടാവും. പക്ഷേ ഈ യാത്രയിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ കക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രി? എന്തിനാ? ഏത് ഉദ്യോഗസ്ഥൻ കട്ടാലും പിടിക്കണ്ടേ? പിടിക്കാൻ പറ്റാത്ത ഇവരും കക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ദേവന്റെ സ്വർണം ആരെടുത്താലും അവർക്കുള്ള ശിക്ഷ കിട്ടും. ഉദ്യോഗസ്ഥന്മാരെ പാർട്ടി നോക്കി പോകുന്നതിനേക്കാളും നല്ലത് അതിന് മന്ത്രി എന്തിനാ? പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? എന്തിനാ? ഇവരാരും കോൺഗ്രസ്സുകാരല്ലല്ലോ. ദേവസ്വം ബോർഡ് മന്ത്രിയും പ്രസിഡന്റും 2019 ഇതുവരെയുള്ള സമയത്തൊന്നും ഇരുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. അതാണ് മുഖ്യമന്ത്രി ഗൂഢാലോചന. എന്ത് ഗൂഢാലോചന? ഹൈക്കോടതിയെ ഗൂഢാലോചന നടത്തി. ഇത് പതിച്ച സ്വർണം അടർത്തിയെടുത്ത് റെക്കാർഡിൽ ചെമ്പാവുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. പണ്ട് വടക്കം പാട്ടിലുണ്ടായിരുന്ന പോലെ ഇരുമ്പാണിക്ക് പകരം മുള്ളാണി വെച്ചതിന് കൊല്ലന് പെൺപണം നൽകിയതാരെന്ന് ചോദിച്ച പോലെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കാൻ സ്പോൺസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചവരാര്? ഇതാണിപ്പോൾ സമൂഹം ചോദിക്കുന്ന ചോദ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണോ മന്ത്രിയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. ഇനിയിപ്പോൾ അന്വേഷണം കൊണ്ട് അവസാനിക്കില്ല. ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.